കുട്ടികളിൽ വേം ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ കൃമിശല്യം കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. എന്നാൽ നിരന്തരമായി റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, മെഡിസിൻ കഴിക്കുമ്പോൾ അത് കുറയും, വീണ്ടും വരുന്നു. ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം പലതാണ്. കുഞ്ഞുങ്ങൾ ഏനൽ ഭാഗത്ത് ചൊറിച്ചിൽ വരുമ്പോൾ അതിങ്ങനെ ചൊറിയുന്നു, അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാണ്ട് വാഷ് ചെയ്യാണ്ട് അത് വീണ്ടും ഓട്ടോ ആയിട്ട് തന്നെ ഇൻഫെക്റ്റഡ് ആവുന്ന ഒരു കണ്ടീഷൻ. സെക്കൻഡ് വൺ പൂർ ഹൈജീൻ തന്നെയാണ്. തേർഡ് വൺ കുട്ടികളുടെ ഇന്നർവെയർസ്, അണ്ടർ ഗാർമെന്റ്സ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം, ഹോട്ട് വാട്ടറിൽ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ ഫോർത്ത് വൺ നോട്ട് ട്രീറ്റിംഗ് ഫാമിലി മെമ്പേഴ്സ്. അതായത് ഫാമിലിയിൽ പലർക്കും വേം ഇൻഫെസ്റ്റേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം. കുട്ടിയെ മാത്രം ട്രീറ്റ് ചെയ്യുന്നു, അവന് മരുന്ന് കൊടുക്കുന്നു, അവൻ്റെ സിബ്ലിങ്സിന് ചിലപ്പോൾ മെഡിസിൻസ് കൊടുക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ പാരൻസിന് വേംസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വേംസിൻ്റെ മെഡിസിൻസ് ഒരു സമയം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ദെൻ കൃമിശല്യം എന്ന് പറയുമ്പോൾ ഇച്ചിങ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ്. സോ നൈറ്റിലായിരിക്കും ഇച്ചിങ് കൂടുതൽ ഉണ്ടാവുക. വേപ്പെണ്ണയോ അല്ലെങ്കിൽ വിർജിൻ കോക്കനട്ട് ഓയിലോ ഏനൽ റീജിയനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇച്ചിങ്ങിന് കുറവുണ്ടാവാം. ഒരു ജനറൽ മാനേജ്മെൻ്റ് ആയിട്ട് ചെയ്യാം.